ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ജസ്റ്റ് ഇച്ചുവിനെ എഴുത്തിനിരുത്തിയതിൻ്റെ ഒരു കുഞ്ഞേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു 3-4 ദിവസത്തെ ഞങ്ങൾ മൂകാംബിക പോയതിൻ്റെ ഒക്കെ ഒരു കുഞ്ഞേ വ്ളോഗായിട്ട് ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എൻജോയ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇവിടുന്ന് കാലത്ത് പുറപ്പെട്ടിട്ട് പിന്നെ അവിടെ ഒരു വൈകിട്ടൊക്കെ ആയിട്ട് എത്തി. അവിടെ പോയി ഒന്ന് അമ്പലത്തിൽ പോയി തൊഴുതുന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ റൂമിൽ തന്നെ തിരിച്ചു പോകുന്നു. അന്ന് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും വേറെ ചെയ്തില്ല കേട്ടോ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ പിന്നെ ഒരു 7 ഒക്കെ ആകുമ്പോഴേക്കും അമ്പലത്തിൽ പോയി അവിടെ എഴുത്തിനിരുത്തി. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. നെക്സ്റ്റ് ഞങ്ങൾ അങ്ങനെ തന്നെ ഫുഡ് അടിച്ച് ഒന്ന് ഫ്രഷായി. അടുത്ത് തന്നെ ഒരു 50 to 60 കിലോമീറ്റേഴ്സ് ദൂരമുള്ള ഒരു മുരുടേശ്വർ ടെമ്പിൾ ഉണ്ടായിരുന്നു, അവിടെ പോയപ്പോൾ ഗോപുരം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ജസ്റ്റ് ടെമ്പിൾ പോയിട്ട് അവിടെ നിന്ന് ജസ്റ്റ് അങ്ങനെ തന്നെ ഒന്ന് പുറത്തൊക്കെ നോക്കിയപ്പോൾ ബീച്ചിൻ്റെ അടുത്താണ് ഇത് വരുന്നത്. അപ്പോൾ നല്ല സീനറി ഒക്കെ നല്ലതായിരുന്നു, പക്ഷേ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അധികം ഒന്ന് പുറത്ത് തെണ്ടാനൊന്നും നിന്നില്ല. ജസ്റ്റ് ഉള്ളിൽ കയറി നല്ല രസമില്ല ആ ഗോപുരം കാണാൻ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ജസ്റ്റ് ഉള്ളിൽ കയറിയിട്ട് അമ്പലം ഉണ്ടായിരുന്നു അവിടെ. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്പലമാണ്. ടെമ്പിളിൽ നിന്നൊക്കെ കാണാൻ പറ്റും, അതിൽ കുറച്ച് മണി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ അതിൽ അവർ ആ ടെമ്പിളിൻ്റെ അവിടേക്ക് പോയി മുകളിൽ നിന്നുള്ള ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കാണാം. ബീച്ചൊക്കെ ഇച്ചുവിന് കാണിച്ചു കൊടുത്ത് ഇച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു. വെള്ളം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം അവൾക്ക്. അത് കഴിഞ്ഞ് ഇതാണ് ടെമ്പിളിൻ്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആ ശിവൻ്റെ ആ സ്റ്റാച്ചു കാണാൻ പറ്റും. വേൾഡിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സ്റ്റാച്ചു ആണ് കേട്ടോ. പക്ഷേ അവിടേക്ക് ഞങ്ങൾക്ക് കയറാൻ പറ്റാത്ത ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല. പക്ഷേ ഇത് കാണാൻ വേറൊരു വഴിയുണ്ട് ഫുള്ളായിട്ട് കാണണമെങ്കിൽ. ഗോപുരം ഉണ്ടല്ലോ, ഗോപുരത്തിൻ്റെ 18th ഫ്ലോർ വരെയുള്ള ഗോപുരമാണ് അത് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ലിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് ലിഫ്റ്റിൽ പോകാൻ പറ്റും. അപ്പോൾ അതിൽ പോയിട്ട് ഞങ്ങൾ കുറച്ച് കാഴ്ചകൾ കണ്ടിരുന്നു. അവിടെ മുകളിൽ പോയിട്ട് നല്ല രസമായിരുന്നു. അവിടെ മുകളിൽ പോയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. നമുക്ക് ബീച്ച് കാണാം, അവിടുത്തെ ഫുള്ള് സിറ്റി തന്നെ കാണാം, അതേപോലെയായിരുന്നു. പിന്നെ ഇച്ചിരി ക്രൗഡഡ് ആണ്, അതും ശ്രദ്ധിക്കണം. അപ്പോൾ ജസ്റ്റ് ഉള്ള ടൈം നോക്കി അവിടെയൊക്കെ ഒന്ന് കാണുക. പിന്നെ ആ ശിവൻ്റെ സ്റ്റാച്ചു നമുക്ക് നല്ല പ്രോപ്പറായിട്ട് കാണാൻ പറ്റും കേട്ടോ മുകളിൽ നിന്ന് തന്നെ. അപ്പോൾ ഞങ്ങൾക്ക് വയസ്സുള്ളവരുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റെപ്പൊന്നും കയറാൻ നിന്നില്ല. ജസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കണ്ടു. എന്ത് രസമൊക്കെ ഉണ്ടോ, നല്ല രസമായിരുന്നു. ആ വ്യൂ ഒക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ സ്റ്റാച്ചുവിൻ്റെ ഇതൊക്കെ കണ്ട് ജസ്റ്റ് അവിടെ നിന്നും ഞങ്ങൾ അന്ന് തന്നെ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയിട്ടോ. ഫുഡൊക്കെ അടിച്ച് ഒന്ന് റിലാക്സൊക്കെ ചെയ്തിട്ട് പിന്നെ അവിടെ റൂമിൻ്റെ അവിടുത്തെ താമസിച്ചോടത്തെ ആൾ പറഞ്ഞു ഇവിടെ സോബർണിക റിവർ ഉണ്ട് അടുത്ത് തന്നെയെന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും പോയി ജസ്റ്റ് ഹോളി ആയിട്ടുള്ള വാട്ടറാണല്ലോ. അപ്പോൾ അങ്ങോട്ട് പോയി ജസ്റ്റ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ എടുത്തിരുന്ന് അത് കഴിഞ്ഞ് പിന്നെയും കുളിച്ച് നൈറ്റ് ടൈം ഒന്നുകൂടിയും ഒരു ഉച്ചരിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും ആ ടെമ്പിളിൽ പോയി. അന്ന് പിന്നെ നൈറ്റ് ടൈം വരെ അവിടെ ആയിരുന്നു, ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് നൈറ്റ് ടൈം വീട്ടിൽ വന്ന് റെസ്റ്റ് എടുത്ത് നെക്സ്റ്റ് ഡേ കാലത്ത് തന്നെ തിരിച്ചു കേട്ടോ. ഞങ്ങൾ കാലത്ത് തന്നെ പോരാൻ തീരുമാനിച്ചു. കാരണം പോണ വഴിക്ക് ഉടുപ്പി ടെമ്പിളിലൊന്ന് പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾ കുളിച്ച് റെഡിയായി ഈ ഒരു ഉടുപ്പി ടെമ്പിളിൽ ഞങ്ങൾ പോയി ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് പോയി തൊഴുത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ട് നമ്മൾ ഈ ഇവിടേക്കൊന്ന് അത്രയ്ക്ക് പെട്ടെന്ന് വരാൻ പറ്റിയ സ്ഥലങ്ങളൊന്നുമല്ല. അപ്പോൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് പോയി കുറച്ച് നേരം എടുത്ത് തൊഴുത് പിന്നെ ഞങ്ങൾ പിന്നെ തിരിച്ചു. പിന്നെ നമുക്ക് വീട്ടിലേക്ക് വരാനുള്ളൂ, പിന്നെ നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോകാമല്ലോ. അപ്പോൾ നമുക്ക് ടൈം ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി ജസ്റ്റ് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ വീടെത്തണ വരെ തോരാത്ത മഴയായിരുന്നു. വെട്ടി മഴ വീണ പോലെ പെയ്തിരുന്നത്. നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വീടെത്തണ വരെ ഏകദേശം മഴ തന്നെയായിരുന്നു. ഞങ്ങൾ എഴുത്തിനിരുത്താൻ മൂകാംബിക പോകണമെന്ന് വിചാരിക്കുന്നതിന് മുന്നേ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു തിരുവുള്ളക്കാവിൽ പോയിട്ട് എഴുത്തിനിരുത്താമെന്നാണ്. അപ്പോൾ പിന്നെ മൂകാംബിക ഫിക്സായി. പക്ഷേ എന്നാലും നമ്മൾ അവിടെ എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ച കാരണം ഞങ്ങൾ പിന്നെ നെക്സ്റ്റ് ഡേ തന്നെ കാലത്ത് നമ്മുടെ തിരുവുള്ളക്കാവ് അമ്പലത്തിൽ പോയി ജസ്റ്റ് ഉണ്ണീനെ എഴുത്തിനിരുത്തി. മൂകാംബികയിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇങ്ങനെയൊന്നും അവർ എഴുതിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ തിരുവുള്ളക്കാവിൽ നമുക്ക് എഴുതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മൂകാംബിക പോയതിനേക്കാളും നന്നായിട്ട് ഇവിടെയാണ് എഴുത്തിനിരുത്താൻ പറ്റിയെന്നൊരു തോന്നൽ വരിക. എന്തായാലും 2 എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. അപ്പോൾ ജസ്റ്റ് എഴുത്തിനിരുത്തലൊക്കെ കഴിഞ്ഞ് അവൾ പറയണമെന്നില്ല, എന്നാലും കുറച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഹാപ്പിയായി ഞങ്ങൾ തിരിച്ചു പോന്നു. പോണ വഴിക്ക് ഇച്ചുവിന് ബലൂൺ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ബലൂണൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തി. ഹാപ്പിയായി, ഹാപ്പിയായി. ഇച്ചുവിൻ്റെ എഴുത്തിരുത്തൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ എല്ലാം പഠിപ്പിച്ചു തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇരിക്കുന്നു. അപ്പോൾ അതാണ് ജസ്റ്റ് എഴുത്തിനെത്തിയൊരു കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.